കരച്ചിരുന്നു. കനി കുസൃതിയുടെ ഈ കണ്ണുനീരിൻ്റെ കാരണം അവരുടെ പിതാവാണ്, അവരുടെ പിതാവായ മൈത്രേയനാണ് എന്ന് ഞാൻ പറയും. എന്ത് പറഞ്ഞപ്പോഴാണ് കനി കുസൃതി കരഞ്ഞത് എന്ന് നമുക്ക് കണ്ടുവരാം. എനിക്ക് ഇത് ഇഷ്ടമല്ലാത്ത, ഞാൻ ഒരു തരത്തിലും ഭാഗവാൻ ആഗ്രഹമില്ലാത്തൊരു സിനിമയാണ്. പക്ഷേ എനിക്ക് 5 വയസ്സ് ഇപ്പം ഇല്ല. അപ്പോൾ എനിക്കൊന്ന് 70,000 രൂപ അങ്ങനെ എന്തുവാണ് അതിന് പൈസ അത്ര ദിവസം വർക്ക് ചെയ്യുമ്പോൾ തരാൻ ഉണ്ടായിരുന്നത്. അതെനിക്ക് വലിയ പൈസയാണ്. എൻ്റെ കയ്യിൽ അപ്പം 3000 രൂപ എന്നോ എൻ്റെ അക്കൗണ്ടിലുള്ളൂ. അപ്പോൾ ഞാൻ ഇരിക്കുന്ന 70,000 രൂപ കിട്ടി, അത്ര നല്ല കാര്യം. കരച്ചിരുന്നു. അങ്ങനെയാണ് അപ്പോൾ അത് ചെയ്യുന്നത്. ബിരിയാണി എന്ന് പറയുന്ന സിനിമയിൽ തനിക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ടും അഭിനയിക്കേണ്ടി വന്നതിൻ്റെ കാരണം പറയുമ്പോഴാണ് അവർ കരഞ്ഞു പോകുന്നത്. കാരണം ആ സിനിമയിൽ അവർ വസ്ത്രമില്ലാതെ ന്യൂഡായിട്ടൊക്കെയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ തനിക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ടും ആ ഒരു വേഷം തിരഞ്ഞെടുക്കാനുള്ള കാരണം പണത്തിന് വേണ്ടിയിട്ടാണ്. തൻ്റെ കയ്യിൽ പണമില്ലാതിരുന്ന സമയത്താണ് ആ സംവിധായകൻ തന്നെ സമീപിക്കുന്നത്. 70,000 രൂപ തരാമെന്ന് പറഞ്ഞപ്പോൾ അത് അവർക്ക് വലിയ എമൗണ്ട് ആയിട്ടാണ് തോന്നിയത്. ആ പണത്തിന് വേണ്ടിയിട്ടാണ് ആ സിനിമയിൽ അവർ അഭിനയിച്ചത്. ആ പണത്തിന് വേണ്ടിയിട്ടാണ് തൻ്റെ വസ്ത്രങ്ങൾ ആ സിനിമയ്ക്ക് വേണ്ടി അവർക്ക് അയക്കേണ്ടി വന്നത്. അത് പറയുമ്പോഴാണ്, ആ ഒരു സംഭവത്തെ ഓർത്തെടുക്കുമ്പോഴാണ് ഇവർ കരഞ്ഞു പോകുന്നത്. ഞാൻ പറയുന്നു, ഇവരെ ഈ അവസ്ഥയിൽ എത്തിച്ചതിൻ്റെ ഉത്തരവാദി അവരുടെ പിതാവായ മൈത്രേയനാണ്. സത്യത്തിൽ മൈത്രേയനെ എനിക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിത്വമാണ്. കാരണം താൻ വിശ്വസിക്കുന്ന ആദർശത്തിൽ, താൻ വിശ്വസിക്കുന്ന ജീവിത സംസ്കാരത്തോട് പരിപൂർണമായ നീതി പുലർത്തുന്ന ഒരു മനുഷ്യനാണ് മൈത്രേയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള മറ്റു ഇതര സ്വതന്ത്ര ചിന്തകർ, സി രവിചന്ദ്രൻ ആയാലും E.A. ജബ്ബാർ ആയാലും, അവർ മറ്റുള്ളവരോട് ഈ പറയുന്ന സ്വതന്ത്ര ചിന്താ ജീവിത സംസ്കാരത്തെ പറ്റി പറഞ്ഞു കൊടുക്കും. പക്ഷേ ഇവരുടെയൊക്കെ സ്വന്തം ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ സാധിക്കില്ല. അവിടെയൊക്കെ സ്വന്തം ജീവിതത്തിൽ നോക്കുമ്പോൾ മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന കുടുംബത്തിൽ അധിഷ്ഠിതമായ ഒരു വൈവാഹിക ജീവിതത്തിൽ അധിഷ്ഠിതമായ ഒരു കുടുംബത്തെയാണ്, ഒരു സംസ്കാരത്തെയാണ് ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത്. എന്നാൽ മറ്റുള്ളവരോട് പറയുന്ന സമയത്ത് വിവാഹം എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട വ്യവസ്ഥിതിയാണ്, വിവാഹം എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട വ്യവസ്ഥിതിയാണ്, വൈവാഹിക ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടല്ല ചിന്തിക്കേണ്ടത്, ഒരു സ്വതന്ത്ര ലൈംഗികതയെ പറ്റിയൊക്കെ ഇവരിങ്ങനെ പറയും. എന്നാൽ തൻ്റെ ഭാര്യ മറ്റൊരാളോടൊപ്പം കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്ത ആളുകളാണ് മറ്റുള്ളവരോട് സ്വതന്ത്ര ചിന്താ ജീവിതത്തെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ഈ പറയുന്ന മൈത്രേയൻ എന്ന് പറയുന്നത് അദ്ദേഹം എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അത് തൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അത് ശരിയാണ് എന്ന് 100% വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് മൈത്രേയൻ അദ്ദേഹത്തിൻ്റെ മകൾക്ക് കനി കുസൃതിക്ക് 20 വയസ്സാകുന്ന സമയത്ത് ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. മോളെ, ഞാൻ ഈ കുടുംബത്തെ പിരിച്ചുവിട്ടിരിക്കുന്നു. കാരണം അദ്ദേഹം നോക്കുന്ന സമയത്ത് മറ്റ് ജീവജാലങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് കോഴി എടുത്തു കഴിഞ്ഞാൽ ആ തള്ളക്കോഴി തൻ്റെ കുഞ്ഞ് ഒരു പ്രായപൂർത്തി എത്തി എന്ന് കാണുന്ന സമയത്ത് ആ കുഞ്ഞിനെ കൊത്തിപ്പിരിക്കുന്നുണ്ടല്ലോ, ആ കൊത്തിപ്പിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മൈത്രേയൻ ഈ പറയുന്ന തൻ്റെ മകളെ കൊത്തിപ്പിരിച്ചു. മൈത്രേയൻ തൻ്റെ മകൾക്ക് എഴുതിയ കത്തിൽ മകളോട് പറഞ്ഞു, മോളെ, ഈ നിമിഷത്തിൽ നീ വേറെയാണ്, ഞാൻ വേറെയാണ്, നമ്മൾ തമ്മിൽ അച്ഛൻ മകൾ എന്ന് പറയുന്ന ബന്ധം ഇനിയില്ല, എൻ്റെ കുടുംബത്തെ ഞാനിതാ പിരിച്ചുവിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം തൻ്റെ ഇണയോട് പറഞ്ഞു, നമ്മൾ തമ്മിലും ഇനി യാതൊരു ബന്ധമില്ല, ഈ കുടുംബത്തെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു. മകളോട് പറഞ്ഞു, മകളെ, നിനക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം, ഇഷ്ടമുള്ള പങ്കാളികളെ കണ്ടെത്താം, ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഈ ഭൂമിയിൽ നീ സ്വതന്ത്രയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മകളെ പുറത്തേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് മകളുടെ വിഷമത്തെ പറ്റി ഇദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഒരു രാഷ്ട്രീയ അവബോധമുള്ള കുട്ടിയെ 18 വയസ്സായപ്പോൾ എൻ്റെ വർക്ക് തീർന്നു. ഞാൻ അവൾക്ക് എഴുതി കൊടുക്കുകയാണ് ചെയ്തത്, പറഞ്ഞിട്ട് ഇനിയും തെറ്റിപ്പോരെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഒരു കത്ത് ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്, 18ാമത്തെ വയസ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ പിരിഞ്ഞുമ്പോൾ അവൾക്ക് വിഷമമൊക്കെ ഉണ്ട്. അതില്ലാന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഒരു 20 വയസ്സായ പെൺകുട്ടിക്ക് തൻ്റെ പിതാവ് ലെറ്റർ കൊടുക്കുകയാണ്, മോളെ, ഈ നിമിഷത്തിൽ ഈ കുടുംബത്തെ നമ്മൾ പിരിച്ചുവിട്ടിരിക്കുന്നു, മോൾക്ക് മോളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. അതോടുകൂടി ആ പെൺകുട്ടിക്ക് മാതാപിതാക്കളിൽ നിന്നും കിട്ടേണ്ടതായ ആ ഒരു സംരക്ഷണം, ആ ഒരു കെയറിങ് അതോടുകൂടി ഇല്ലാതാകുകയാണ്. ഇപ്പോൾ കനി കുസൃതി ജനിച്ചത് മറ്റൊരു കുടുംബത്തിലാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇപ്പോൾ നവനാസ്തികരുടെ കണ്ണിൽ ദൈവവിശ്വാസി എന്ന് പറയുന്നത് ഒരു പ്രാകൃതനായ മനുഷ്യനാണല്ലോ. അങ്ങനെ പ്രാകൃതനായ ഒരു മനുഷ്യൻ പിതാവായിട്ടുള്ള ഒരു കുടുംബത്തിലാണ് കനി കുസൃതി ജനിച്ചത് എന്ന് നിങ്ങൾ വിചാരിക്കുക. ആ മനുഷ്യൻ വിചാരിക്കുന്നത് എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എനിക്ക് ദൈവം സമ്മാനിച്ച മഹത്തായ വരദാനമാണ് എന്ന് വിചാരിക്കുകയും ആ കുടുംബത്തെ ആ രീതിയിൽ തന്നെ അദ്ദേഹം കൊണ്ടുപോവുകയാണ്. ആ മകൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസവും എല്ലാം ആ പിതാവ് നൽകി ആ പെൺകുട്ടിയെ വളർത്തിയെടുക്കുകയാണ്. പിന്നീട് 20 വയസ്സാകുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് ലെറ്റർ കൊടുത്ത്, മോളെ, നിന്റെ ഈ കുടുംബത്തെ പിരിച്ചുവിട്ടു എന്നല്ലായിരിക്കും ആ പിതാവ് പറയുന്നത്. ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം പൂർത്തിയാകുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തി ആ പെൺകുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാനാണ് ആ പിതാവ്
ഭർത്താവ് ശ്രമിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ആ പെൺകുട്ടിക്ക് തൻ്റെ കുടുംബത്തിൻ്റെ കരുതലിനോടൊപ്പം തന്നെ തൻ്റെ ഇണയുടെ കരുതൽ കൂടി വന്നു ചേരുകയാണ്. പിന്നീട് അവരൊരു മഹത്തായ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ കുടുംബ ജീവിതത്തിൽ നിന്നും അവരൊരു പിന്നീട് അമ്മയായി മാറുകയാണ്. പിന്നീട് ആ മാതൃത്വത്തെ അവർ ആഘോഷിക്കുകയാണ്, ആ മാതൃത്വത്തെ അവർ അനുഭവിക്കുകയാണ്. അങ്ങനെ അവർക്കിപ്പോൾ നോക്കുമ്പോൾ തൻ്റെ പിതാവുണ്ട്, തൻ്റെ മാതാവുണ്ട്, അതുപോലെ തന്നെ തൻ്റെ ഇണയുണ്ട്, തൻ്റെ മക്കളും തന്നോടൊപ്പമുണ്ട്. അപ്പോൾ ആ ഒരു കുടുംബത്തെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അവരിങ്ങനെ ജീവിച്ചു പോരുകയാണ്. ആ കുട്ടികൾ ഇങ്ങനെ വലുതാവുകയാണ്. അവരുടെ ഓരോ വളർച്ചയിലും അവർ ആ വളർച്ച ഇങ്ങനെ ആസ്വദിക്കുകയാണ്. പിന്നീട് തൻ്റെ മക്കൾ വലുതായി ആ മക്കളെ വിവാഹം കഴിപ്പിച്ച് ആ മക്കളിൽ ഉണ്ടാകുന്ന പേരക്കുട്ടികൾ, അങ്ങനെ ആ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ ആസ്വദിച്ച് പോരുകയാണ്. എന്നാൽ മൈത്രേയൻ ഒരു ആധുനിക മനുഷ്യനായതോടുകൂടി, അല്ലെങ്കിൽ ഈ പറയുന്ന നവനാസികർ മുന്നോട്ട് പോകുന്ന ഒരു സ്വതന്ത്ര ചിന്ത തൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തതോടുകൂടി അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന് തോന്നുകയാണ്, ദാ എൻ്റെ കുടുംബത്തെ പിരിച്ചുവിടേണ്ട സമയമായിരിക്കുന്നു എന്ന് തോന്നിയപ്പോൾ 20ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ മകൾക്ക് 20 വയസ്സുള്ള സമയത്ത് കുടുംബത്തെ പിരിച്ചുവിട്ടു. ഇദ്ദേഹത്തിൻ്റെ വഴിക്ക്, ഇദ്ദേഹത്തിൻ്റെ പങ്കാളി മറ്റൊരു വഴിക്ക്, മകൾ വേറൊരു വഴിക്ക്. അവിടെ എന്താണ് സംഭവിച്ചത്? ഇദ്ദേഹത്തിന് ലഭിക്കേണ്ടതായ പല കുളിർമകളും പല ആനന്ദങ്ങളും ഇദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. തൻ്റെ മരുമകൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് കേവല മകളുടെ ഭർത്താവ് മാത്രമല്ലല്ലോ, എൻ്റെ മകൻ കൂടിയിട്ടാണ്. ആ ഒരു അനുഭൂതി ഇദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഒരു ഇണയെ തൻ്റെ മകൾക്ക് കൊടുക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു ഇണയിൽ മാത്രം തൻ്റെ മകളെ ഒതുക്കുന്നത് ഈ പറയുന്ന അദ്ദേഹം മുന്നോട്ട് പോകുന്ന സ്വതന്ത്ര ചിന്തക്ക് വിരുദ്ധമായത് കൊണ്ട് തന്നെ മകളോട് പറഞ്ഞിരിക്കുകയാണ്, നിനക്ക് ഇഷ്ടമുള്ള ഇണകളോടൊപ്പം ഒക്കെ ജീവിക്കാമെന്ന് പറഞ്ഞ് തുറന്നു വിട്ടിരിക്കുകയാണ്. അതോടുകൂടി ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്, ഇദ്ദേഹത്തിന് കിട്ടേണ്ടതായ ഒരു മകനെ ഇദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. തൻ്റെ മകൾക്ക് കിട്ടേണ്ടതായ ഒരു ഇണയെ ഇദ്ദേഹം നഷ്ടപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൺകുളിർമയായിക്കൊണ്ട് വരേണ്ടിയിരുന്ന ഇദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികൾ, ആ പേരക്കുട്ടികളുടെ കളിചിരികൾ, ആ പേരക്കുട്ടികളോടൊപ്പമുള്ള ഇദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും, അതെല്ലാം ഇദ്ദേഹം നഷ്ടപ്പെടുത്തി കളയുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒന്ന് സത്യസന്ധമായിക്കൊണ്ട് ഒന്ന് ഇരുന്ന് ചിന്തിക്കുക. ഏതൊരു വ്യവസ്ഥിതിയും നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് അത് നമ്മൾ നിലവിൽ പുലർത്തി പോരുന്നതിനേക്കാൾ മികച്ച റിസൾട്ട് ഉളവാക്കുന്നതാണെങ്കിൽ നമുക്കത് സ്വീകരിക്കാമല്ലോ. എന്താണ് പ്രശ്നമുള്ളത്? ഇപ്പോൾ മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ പറയുന്ന കുടുംബത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത സംസ്കാരമുണ്ട്. ആ ജീവിത സംസ്കാരം നമുക്ക് നേടിത്തരുന്ന, നമ്മുടെ ജീവിതത്തിന് തരുന്ന കുറേ ആനന്ദങ്ങളും സന്തോഷങ്ങളുമുണ്ട്. ആ ആനന്ദങ്ങളെക്കാളും ആ സന്തോഷങ്ങളെക്കാളും ആ ജീവിതത്തിൻ്റെ കൺകുളിർമയേക്കാളും മികച്ച റിസൾട്ട് ഉളവാക്കുന്നതാണ് ഈ പറയുന്ന പുതുതായി കൊണ്ടുവരുന്ന ഏതൊരു വ്യവസ്ഥിതിയെങ്കിലും നമുക്കത് സ്വീകരിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ നമ്മളൊന്ന് വിലയിരുത്തുകയാണ്, ഇതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിലവിലുള്ളതിനേക്കാൾ മികച്ച റിസൾട്ടാണോ ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാമല്ലോ, എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാമല്ലോ. എന്നാൽ ഏതൊരു മനുഷ്യന്മാർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഇവർ ഈ മുന്നോട്ട് പോകുന്ന സ്വതന്ത്ര ചിന്താ ജീവിത സംസ്കാരം എന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന് നമുക്കറിയാം. കാരണം അത് നമ്മൾ ജീവിതത്തിൽ നമ്മൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അതങ്ങനെ പ്രാക്ടീസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ ലോകം പിന്നെ അധികം നാൾ ഉണ്ടാകില്ല, ഇതിങ്ങനെ തകർന്നു പോകുന്നത്. കാരണം കുടുംബം എന്ന് പറയുന്ന നമ്മുടെ മനോഹരമായ ഒരു വ്യവസ്ഥിതി, അത് തകർത്തുകൊണ്ട് എത്ര നാൾ ഈ ലോകത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും? നമ്മുടെ കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങൾ, നമ്മുടെ കഴിഞ്ഞു പോകുന്ന വർഷങ്ങൾ ഒരിക്കലും നമ്മളിലേക്ക് തിരിച്ചു വരുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓരോ വർഷത്തിലും നമ്മൾ പുതിയ പുതിയ മനുഷ്യന്മാരാണ്. കഴിഞ്ഞ വർഷത്തിൽ ഞാനല്ല ഈ വർഷത്തിലുള്ളത്, ഈ വർഷത്തിലെ ഞാനല്ല അടുത്ത വർഷത്തിലുള്ളത്. കാരണം നമ്മളിൽ മാറ്റം വരുന്നുണ്ട്. പിന്നീട് കുറേ കഴിഞ്ഞുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്, ഞാൻ കഴിഞ്ഞു പോയ എൻ്റെ നിമിഷങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ നിമിഷങ്ങൾ പിന്നീട് നമ്മളിലേക്ക് തിരിച്ചു വരില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ ജീവിതത്തെ കുറച്ചുകൂടി ഗൗരവത്തിൽ കാണുക. കുടുംബം എന്ന് പറയുന്ന ഈ മഹത്തായ സംവിധാനത്തെ ചേർത്ത് പിടിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.